ഹലോ, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിങ്ങനെ രാവിലെ മൊബൈലൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കിച്ചണിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ദേ ഇവിടെ ഈ ഒരു ഏരിയയിൽ വർക്കേരിയയിൽ നിന്ന് പുറത്തോട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ. അവിടെ കംപ്ലീറ്റ് കാടും പടർപ്പും ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ടല്ലേ. അത് മുകളിലോട്ട് പോയിട്ടുള്ള സർബത്താണ് കേട്ടോ. അതും ഇനി എടുത്ത് കളയണം. കാരണം അതിന് പടർന്ന് പോകാൻ വേണ്ടി ഒരു സ്ഥലമില്ല കേട്ടോ. അപ്പോൾ അത് വെറുതെ ഇവിടെ കിടക്കുന്നത് മഹാ ബോറാണ്. പിന്നെ ഇവിടെ കുറേ വഴുതന, ഇതൊരു കത്തിരിയാണ് കേട്ടോ. കത്തിരി, പിന്നെ ഈ ഉണങ്ങി നിൽക്കുന്നതൊക്കെ മുളകാണ് കേട്ടോ. നീല മുളകാണ്. അത് ചെറിയൊരു മണമൊക്കെ ഉള്ള നല്ല മുളകാണ്. അതിലൊക്കെ ഒരുപാട് അങ്ങ് കായ്ച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു വർഷത്തോളം മുളക് ഒരുപാട് പറിച്ചു. ഞങ്ങൾ വീട്ടിൽ വരുന്നവർക്ക് നൈബേഴ്സിനും ഒക്കെ കൊടുത്തു. ഞങ്ങളും ഒരുപാട് അങ്ങ് ഉപയോഗിച്ചു കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ ഇനി എന്തായാലും ഇതൊക്കെ പുഴുതെടുത്ത് മാറ്റി നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു പണിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാനിതെല്ലാം പിഴുത് വാരി എടുത്ത് മുകളിലോട്ട് കൊണ്ടിടാന്ന് വിചാരിക്കുകയാണ്. ഫസ്റ്റ് ഇങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ ഇവിടുന്ന് വാരി അങ്ങ് മുകളിൽ കയറണ കുറച്ചൊന്ന് ഫ്രണ്ടിൽ പോയിട്ടൊന്ന് ചുറ്റി പോകണം കേട്ടോ. അങ്ങനെ ഞാൻ അത് ആ ഒരു കത്തിരി ലാസ്റ്റ് ഉണ്ടായിരുന്നു, അതും പിഴുത് മാറ്റി. ഇനി പിന്നെ ആ ഒരു മൂലയ്ക്കായിട്ട് കുറേ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കല്ല് കെട്ടില്ലേ, കല്ല് കെട്ടിൻ്റെ ഏരിയയിൽ കംപ്ലീറ്റ് അങ്ങറ്റം ഇങ്ങറ്റം ചെടിയും ചട്ടിയും ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ കാണാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങ് കാട് പടർന്നിട്ടുണ്ട്. ഏകദേശം കാടൊക്കെ കുറെ പിഴുത് മാറ്റി കളഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടേ, ഈ ചട്ടികളൊക്കെ കരിങ്കല്ല് കെട്ടിനോട് ചേർന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ചെടിയൊക്കെ ഒരുപാട് അങ്ങ് ഈ തറയിൽ കിടക്കുന്നുണ്ടല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ചെടിയാണ് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റിൽ നമ്മൾ വളർത്തുന്ന ചെടി ഇവിടെ തറയിൽ കുറച്ച് വീണിട്ട് അത് ഫുൾ അങ്ങ് പടർന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ കുറച്ച് കാടും പടർപ്പും ഒക്കെ ഉണ്ട്, വെറും ചെടിയല്ല. എന്നാൽ ആ ഒരു ചെടി പെട്ടെന്ന് കൈ കൊണ്ട് എടുക്കുമ്പോൾ ഇങ്ങ് വരുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ കുറേ പുല്ലും കാടും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ, ചെറിയൊരു മൺവെട്ടി ഉണ്ടായിരുന്നു, അതിട്ട് വെട്ടി വാരി എടുത്തു കേട്ടോ. പിന്നെ ചെടികളൊക്കെ ഇങ്ങോട്ട് എടുത്തു വെച്ചു. അതിനകത്തുണ്ടായിരുന്ന കാടുകളൊക്കെ പിഴുത് മാറ്റി കുറച്ച് ചെടികളൊക്കെ എടുത്ത് വീണ്ടും ഒന്ന് പ്ലാന്റ് ചെയ്ത് വെക്കുകയായിരുന്നു കേട്ടോ. കാരണം അത് നല്ല ചെടിയാണ്. ആ ഒരു ചുവന്ന ചെടിയില്ലേ, ഇത് ചില സമയത്ത് നമുക്ക് കിട്ടാതാവും. അനിയത്തി ഇവിടെ വന്നിട്ടാണ് കൊണ്ടുപോയി അവളെ വീട്ടിൽ നട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇത് കാടിൻ്റെ ഇടയിലായി പോയത് കാരണം എടുക്കാതെ ഇങ്ങനെ നിന്ന് നശിച്ചു പോയി. അങ്ങനെ ഞാനത് 2 ചട്ടിയിലായിട്ട് നട്ട് വെച്ചു കേട്ടോ. അതെന്തായാലും വളർന്നു വന്നാലും നല്ല ഭംഗിയായിരിക്കും. ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുള്ളത്. ഞാൻ കരുതി ആദ്യം കൈ കൊണ്ടാണ് ഫുള്ള് ഞാൻ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുത്തത് കേട്ടോ. പക്ഷേ കൈ കൊണ്ട് പറിച്ചിട്ട് കൈയൊക്കെ നഖമൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നത്. അങ്ങനെ ഞാൻ പോയി ചെറിയൊരു മൺവെട്ടി എടുത്തുകൊണ്ട് വന്ന് വെട്ടുന്നത്. ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ട് എന്നോ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ചെറിയ മൺവെട്ടി. ഇത് ഒരുപാട് ഉപയോഗപ്പെട്ടു കേട്ടോ. നമ്മളെ കൊണ്ട് എന്തായാലും വലുതൊന്നും എടുത്ത് വെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ ഈ ഒരു ചെറുതുള്ളപ്പോൾ ഭയങ്കര ഉപയോഗമാണ് ഇത്. അപ്പോൾ അതൊന്ന് അവിടെ ഒതുക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ഞങ്ങളുടെ ഈ വർക്കിംഗ് കിച്ചൻ്റെ സൈഡിലായിട്ടുള്ള ഗ്രില്ലിൽ ഞാനിങ്ങനെ നിറച്ച് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു മാസം നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഇത് പെട്ടെന്ന് അങ്ങ് വളർന്നു കയറിയിട്ട് ആ ഒരു ഗ്രില്ലിൽ പിടിച്ചതങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ. പിന്നെ അതൊരു ആകെ ഒരു വൃത്തിയില്ലാതാവും. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതൊന്ന് വെട്ടി വൃത്തിയാക്കി കൊടുത്താൽ നല്ല ഭംഗിക്ക് പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ഗ്രില്ല് ഇവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഇതുപോലത്തെ ചട്ടികൾ വാങ്ങിയിട്ട് ഇനിയും വാങ്ങണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് വളർന്നു വന്നപ്പോൾ ഇനി ഇത് കട്ട് ചെയ്ത് കുറച്ചുകൂടെ പോട്ട് ചെയ്ത് വേറൊരു പോട്ടിലോട്ടൊക്കെ മാറ്റി വെച്ചാൽ നല്ല ഭംഗിയായി. ഞാൻ 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് 2-3 മുളക് തൈകൾ. അപ്പോൾ അതിനെ ഞാനിത് ഈ വാഴയുടെ ചുവട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ കരുതിയില്ല ഇത് വളർന്നു വരുമെന്ന്. ഞാൻ വിചാരിച്ചത് നശിച്ചു പോയത് തന്നെയെന്ന്. പക്ഷേ രാവിലെ വൈകിട്ടൊക്കെ വെള്ളമൊക്കെ നനച്ച് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിലുള്ള ഈ ഒരു സെയിം മുളകാണ് ഞാനിപ്പോൾ അവിടെ വൃത്തിയാക്കിയ സ്ഥലത്ത് നിന്ന് ഒരു വലുതായിട്ട് ആ വേസ്റ്റ് ആയിട്ട് നിന്ന വലിയൊരു ചെടികളില്ലേ, അതൊക്കെ പിഴുത് മാറ്റിയത് ഈ സെയിം മുളക് തൈയാണ് കേട്ടോ. അതിൽ നിന്ന് ഉള്ള വിത്താണ് ഇവിടെ പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ ഒരു ഫോളോവർ ഉണ്ട്, മുഫി റഫി എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഒരു ഹായ് പറയാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് മിസ്സായി പോയതാണ് കേട്ടോ, സോറി കേട്ടോ. എന്തായാലും മുഫി റഫിക്ക് ഒരു ബിഗ് ഹായ് പറയാണ്. എൻ്റെ വീഡിയോസൊക്കെ എപ്പോഴും കാണുകയും കമൻറ്റ് ഇടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മുഫി ഇനി എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറച്ച് അഗസ്തിപ്പൂ ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ച് ഞാൻ എടുത്ത് വെച്ച്. അപ്പോൾ നാളത്തേക്കോ ഇന്നത്തേക്കോ ഒക്കെ വിഴുക്ക് വരട്ടാനോ തോരൻ വയ്ക്കാനോ ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും ജ്യൂസ് കുടിക്കണമല്ലോ, വെള്ളം ദാഹിച്ചിട്ട് പോയി. അങ്ങനെ ജ്യൂസിനായിട്ട് ഞാനൊരു സംഭവം എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ദേ ഒരു ചിക്കു ഫ്രൂട്ടില്ലേ, എന്താ പറയുക, സപ്പോട്ട എന്ന് പറയുന്ന ചിക്കു ഫ്രൂട്ട് ഞങ്ങളുടെ പ്ലാന്റിൽ ആദ്യമായിട്ട് കായ്ച്ചതാണ് കേട്ടോ. അത് ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഞാൻ ജ്യൂസിന് വേണ്ടി വന്നത് അതല്ല, ദേ ഈ ഒരു ആനപ്പിളിച്ചിക്കയാണ് കേട്ടോ. ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നാടൻ സംഭവമല്ല ഇത് ബഡ് തൈ വാങ്ങി വെച്ചപ്പോൾ നല്ല മധുരമായിട്ടുള്ള ഒരു സ്റ്റാർ ഫ്രൂട്ടാണ്.
പക്ഷെ നമ്മുടെ നാടൻ അനപ്പിളിച്ച് ഭയങ്കര പുളിയാണ് കേട്ടോ. നമുക്ക് കഴിക്കാൻ പോലും പറ്റാത്തത്ര പുളിയാണ്. ഇത് പക്ഷെ നല്ല ഒരു മധുരമാണ് കേട്ടോ. ഈ ഒരു തൈ കണ്ടില്ലേ, അത്രയ്ക്ക് ഹൈറ്റ് ഒന്നും വെക്കാത്തൊരു ചെറിയ തൈയാണ് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് 3 വർഷമായിട്ടുണ്ട്. പക്ഷേ 1 വർഷമായപ്പോൾ തന്നെ കായ്ക്കാൻ തുടങ്ങി. നല്ല മധുരം. ഇത് നമ്മൾ വെറുതെ ഫ്രൂട്ട് തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അതിൽ നിന്നൊരു 2, 3 എണ്ണം പറിച്ചെടുത്തു കേട്ടോ. എന്തായാലും ജ്യൂസ് അടിക്കാൻ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ ബഡ് തൈ വാങ്ങി വെച്ചാൽ ഇതിനൊരു പ്രത്യേക മധുരമാണ് കേട്ടോ. ഇത് നമ്മൾ ഒരാൾ അറിയാതെ കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് ഫ്രൂട്ടാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മധുരമുണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ ഞാൻ ദേ ഒരു കവറുമായിട്ടാണ് പോയത്. അതിലൊരു 5, 6 പറിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനെ കഴിച്ച് നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് പറിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ ദേ പ്ലാവിൻ്റെ ചുവട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു 4, 5 ചക്ക കുറേ ദിവസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പഴുത്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടെ അതിൻ്റെ ചുറ്റിലും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ചക്കയാണിത്. പിന്നെ ഈ ഒരു ആയിർജാക്ക് പ്ലാവിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ചക്ക കറക്റ്റ് പാകത്തിന് വിളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞാൻ എൻ്റെ വർക്കിംഗ് കിച്ചണിൽ നിൽക്കുമ്പോൾ പോലും ഇതിൻ്റെ മണം നമുക്ക് മൂക്കിലടിക്കും കേട്ടോ. അത്രയ്ക്ക് മണമുള്ള ഒരു ചക്കയാണ്. ഇത്രയും ദിവസവും ഞങ്ങൾ അങ്ങനെ മണം അടിച്ചാണ് ഇത് അടത്തെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞാൻ കിട്ടിയ ആ ഒരു സ്റ്റാർ ഫ്രൂട്ടും അതുപോലെ കുറച്ച് അഗസ്ത്യപ്പൂവായിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം.